ചുട്ടരച്ച ചമ്മന്തി ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് നല്ല അടിപൊളി ഒരു ചുട്ടരച്ച ചമ്മന്തി തന്നെയാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ? നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് അതിന് ആദ്യം കുറച്ച് മുളക് ചുട്ടെടുക്കുക. അതിനിവിടെ അടുപ്പില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഗ്യാസിൽ ഒരു ഇരുമ്പിച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ചൂടാക്കിയിട്ടുണ്ട്. ചൂടാക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു 5 മുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് എടുക്കുക. ചിലവർക്ക് കൂടുതൽ വേണ്ടി വരും, ചിലവർക്ക് കമ്മി വേണ്ടി വരും, കുറവായിരിക്കും എരിവ് വേണ്ടി വരിക, ചിലവർക്ക് മീഡിയം സൈസ് ആയിരിക്കും വേണ്ടി വരിക. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടിയിട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ അടുപ്പിൽ ചുട്ടെടുക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഞാനിതാ മുളക് ചുടുന്നത്. കുറച്ച് നേരം ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു കൊതിപ്പിക്കണ മണം വരും, മുളക് വെന്ത മണം. ആ മണം കൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ കോരിയെടുക്കുക. കരിഞ്ഞ് പോകരുത്. കരിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. നമ്മൾ മുളക് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അത് ഞാനത് ചെറിയൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു മുറി തേങ്ങയും കൊണ്ട് എടുക്കുന്നുണ്ട്, പകുതി, ഒരു തേങ്ങേൻ്റെ പകുതി മുറിയും കൊണ്ട്. അപ്പോൾ ഞാനത് മിക്സിയിലേക്ക് മുളക് മുഴുവനായിട്ടും പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വലിയ മുളകായരണം കൊണ്ടാണ് പൊട്ടിച്ചിടുന്നത്. അതിന് ശേഷം ഞാനതിലേക്ക് ഒരു തേങ്ങേൻ്റെ പകുതി, ഒരു മുറി തേങ്ങ അത് ചിരകിയെടുത്തിട്ടുണ്ട്. അതും അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നിങ്ങളൊന്ന് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. ഇത് ചിലർക്ക് ചമ്മന്തി കൂട്ടിയ ഗ്യാസൊക്കെ വരും. അപ്പോൾ ഇത് ഇങ്ങനെ കഴിച്ച് പറഞ്ഞാൽ ഗ്യാസൊന്നും വരില്ല. പിന്നെ ഞാനത് ഒരു മുറി തേങ്ങ മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട്. ഞാനതിൽ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഉള്ളിയാണ്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യണത്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു തുണ്ട് ഇഞ്ചി എടുത്തിട്ട് ചെറിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മിക്സിയിൽ അരയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിതാ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്. നിങ്ങൾക്ക് എന്ത് ഉപ്പ് വേണമെങ്കിലും ഇടാം. പിന്നെ ചമ്മന്തിയിൽ ഞാനിതാ ഒരു വെളുത്തുള്ളി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടാം, സ്കിപ്പ് ചെയ്യുക. ആരും അങ്ങനെ വെളുത്തുള്ളി ഒന്നും ഇടലില്ല. ചിലപ്പോൾ ചമ്മന്തിയൊക്കെ കൂട്ടിയാൽ ഗ്യാസ് എടുക്കും. അപ്പോൾ അത് ഗ്യാസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വെളുത്തുള്ളി, അത് ചുവ വരുമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇട്ട് വേണ്ടിയിട്ട് അതിൻ്റെ ചുവ പ്രത്യേകിച്ചിട്ട് അറിയൊന്നുമില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. മിക്സി നിറഞ്ഞ കാരണം ഞാൻ കറിവേപ്പില ഒപ്പിട്ടില്ല. പിന്നെ അതും ഇട്ടതിന് ശേഷം നല്ലപോലെ ഞാൻ പൾസ് ചെയ്തിട്ട് നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം കൂട്ടാണ്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. അമ്മിയിൽ അരയ്ക്കണം, അതേപോലെയാണ് അരച്ചെടുക്കുന്നത്. ഇത് അമ്മിയിൽ അരച്ചെടുത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും, ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇതൊന്നും നല്ല അരയരുത്, നൈസായിട്ട് അരയരുത്, ഒരു തരിതരോട് കൂടിയിട്ട് അരയ്ക്കണം. ഞാനിത് പൾസ് ചെയ്തിട്ടാണ് അരച്ചിരിക്കുന്നത്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ. പിന്നെ ചോറിനൊന്നും വേറെ കൂട്ടാനൊന്നും ഇല്ല കേട്ടോ, അന്ന് ചമ്മന്തി തന്നെ ഉള്ളൂ. അടിപൊളി ടേസ്റ്റ്. എനിക്ക് ചമ്മന്തി പറഞ്ഞാൽ ഏത് ചമ്മന്തിയാലും എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല. ഞാൻ ചമ്മന്തി മാത്രം കൂട്ടിയിട്ട് തന്നെ കഴിക്കുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കണം കേട്ടോ. എല്ലാവർക്കും ചമ്മന്തിയൊക്കെ ഇഷ്ടമായിരിക്കും. ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാത്തവരും ആരും ഉണ്ടാവില്ല. പക്ഷേ ഇതേ രൂപത്തിലൊന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. ഉച്ചയ്ക്കുള്ള ചോറാണ് കേട്ടോ. വേറൊരു കറിയും വേറെ കൂട്ടാനൊന്നുമില്ല, ഇത് മാത്രം മതി. ഇന്നിവിടെ വെച്ചിരിക്കുന്ന വെള്ളപ്പയർ മുളക് കറിയാണ്. അപ്പോൾ ഞാൻ അതൊന്നും എടുത്തില്ല, ഞാനിത് കൂട്ടിയിട്ട് തന്നെ കഴിച്ചത്.